ഇനി നമുക്ക് അടുത്ത ടൈപ്പ് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് റിട്ടേൺ ടൈപ്പ് ഉണ്ട്, ആർഗ്യുമെൻ്റ് ഇല്ല. അതായത് ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്തിട്ട് എന്തോ ഒന്ന് മെയിനിലേക്ക് റിട്ടേൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് നമുക്ക് ഓരോന്നോരോന്ന് നോക്കാം. ആദ്യം എന്ത് ചെയ്യണം? അതിനെ ഡിക്ലെയർ ചെയ്യണം അല്ലേ? അതിനെ ഡിക്ലെയർ ചെയ്തു ഇൻറ്റ് മൾലോഫ്. റിട്ടേൺ ചെയ്യുന്ന വാല്യൂ എന്ന് പറയുന്നതിൻ്റെ ടൈപ്പ് അതാണ് ഇൻറ്റ്. അതായത് ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ള എന്തോ ഒരു റിസൾട്ട് ആവണമെന്നില്ല, അവിടെ നിന്ന് എന്തോ ആയിക്കോട്ടെ, നമുക്ക് ഇങ്ങോട്ടേക്ക് പാസ് ചെയ്യണം, മെയിനിലേക്ക് പാസ് ചെയ്യണം. പാസ് ചെയ്യുന്നതിൻ്റെ ടൈപ്പ് ക്യാരക്ടർ പാസ് ചെയ്യാം, ഇൻറ്റീജർ പാസ് ചെയ്യാം, എന്തും പാസ് ചെയ്യാം. ഇൻറ്റീജറാണ് ഇവിടെ പാസ് ചെയ്യുന്നത്, അതാണ് ഇൻറ്റ് എന്ന് കൊടുത്തത്. ഇൻറ്റ് മൾലോഫ്. അപ്പോൾ ഒന്നും അങ്ങോട്ട് പാസ് ചെയ്യുന്നില്ല, അതുകൊണ്ട് ബ്രാക്കറ്റ് വെറുതെ ഇട്ടതിരിക്കുന്നത്. ഇനി നമുക്ക് കോൾ ചെയ്യണം അല്ലേ? ഇപ്പോൾ കോൾ ചെയ്യുമ്പോൾ നമ്മൾ ഈ ഫംഗ്ഷൻ എന്തിനാണ്? മൾട്ടിപ്ലിക്കേഷനാണ്. അപ്പോൾ മൾട്ടിപ്ലിക്കേഷനിലേക്ക് നമ്മൾ അങ്ങോട്ടേക്കൊന്നും പാസ് ചെയ്യുന്നില്ല, അതുകൊണ്ട് മെയിനിലൊന്നും ഇൻപുട്ട് ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ. അപ്പോൾ പക്ഷേ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, അവിടെ നിന്ന് എന്തോ ഒന്ന് ഇങ്ങോട്ട് റിട്ടേൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് റിട്ടേൺ ചെയ്യുന്ന വാല്യൂ നമുക്കിവിടെ വേണം. ഫംഗ്ഷനിൽ ആവശ്യമുണ്ടെങ്കിൽ അതിനെ റിസീവ് ചെയ്യണം. റിസീവ് ചെയ്യാനൊരു വേരിയബിൾ കൊടുക്കണം. അതാണ് ഇവിടെ കാണിച്ചത് PRDCT. അതായത് പ്രൊഡക്റ്റ് സിക്കൽ ടു മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ ഫംഗ്ഷനെ കോൾ ചെയ്തു. അതായത് അവിടെ നിന്ന് മൾട്ടിപ്ലൈ ചെയ്ത പ്രൊഡക്റ്റ് നമുക്ക് ഇങ്ങോട്ടേക്ക് പാസ് ചെയ്ത് ഇവിടെ റിസീവ് ചെയ്യാം. അതിനുള്ള വേരിയബിളാണ് പ്രൊഡക്റ്റ്. ഇനി അങ്ങനെ എപ്പോഴും റിസീവ് ചെയ്യാൻ ഒരാൾ വേണമെന്നില്ല. എന്ത് ചെയ്താൽ മതി? നേരെ അതിനിവിടെ പിന്നെ പ്രിൻ്റ് എഫിൽ മൾട്ടിപ്ലിക്കേഷന് കോൾ ചെയ്താൽ മതി. പ്രിൻ്റ് ഓഫ് %d മൾലോഫ് എന്ന് കൊടുത്താൽ മതി. ഇത് റിസൾട്ട് നേരെ പ്രിൻ്റ് ചെയ്തോളും. അങ്ങനെ വേണമെന്നില്ല, അങ്ങനെ ഒരു വാല്യൂയിലേക്ക് എടുക്കണമെന്നില്ല. ഇനി വേണമെങ്കിൽ അതിനെ ആഡ് ചെയ്യാൻ നമുക്കൊരു എന്തെങ്കിലും അരിത്മെറ്റിക് എക്സ്പ്രഷൻ്റെ കൂടെ വേണമെങ്കിൽ A+B. അപ്പോൾ A+ മൾലോഫ് എൻ്റെ റിസൾട്ട് വരുമ്പോൾ അത് അതിൻ്റെ കൂടെ വേണമെങ്കിൽ ആഡ് ചെയ്തോളും. അങ്ങനെയും ചെയ്യാം. പക്ഷേ റിസീവ് ചെയ്യുമ്പോൾ അതായത് ഇവിടെ അതിന് റിസീവ് ചെയ്യാൻ ഒരാളുണ്ടായിരിക്കണം. ഇനി ഇല്ലെങ്കിലും കുഴപ്പമില്ല, അത് ഇംപ്ലിസിറ്റ് ആയിട്ട് വന്ന് അവിടെ കിടന്നോളും. മൾലോഫ് എന്ന് കോൾ ചെയ്താലും തിരിച്ച് വരുമ്പോൾ അതിൻ്റെ വാല്യൂ ഇട്ട് വരുന്നുണ്ട്, നമ്മൾ റിസീവ് ചെയ്യുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. പ്രൊഡക്റ്റ് സിക്കൽ ടു മൾലോഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഡെഫിനിഷനിലേക്ക് പോവുകയാണ്. ഇനി അത് നോക്കാം നമുക്ക്. അതിൻ്റെ ഡെഫിനിഷൻ ഓക്കെ. അപ്പോൾ ഇൻറ്റ് മൾലോഫ് അല്ലേ? ഇൻറ്റ് മൾലോഫ്. അപ്പോൾ നമ്മൾ ഇങ്ങോട്ടൊന്നും പാസ് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് നമ്പറൊന്നുമില്ല മൾട്ടിപ്ലൈ ചെയ്യാൻ. അപ്പോൾ അതിനെ നമ്മളിത് ഇൻപുട്ട് ചെയ്തു. ഇൻറ്റ് n1, n2, പിന്നെ P പ്രൊഡക്റ്റ്. പിന്നെ പ്രിൻ്റ് ഓഫ് എൻ്റർ 2 നമ്പേഴ്സ്. എൻ്റെ നമ്പർ ആക്സെപ്റ്റ് ചെയ്തു. n1 n2 P സിക്കൽ ടു n1 × n2. അവിടെയാണ് റിട്ടേൺ P. അതായത് ഒരു പിന്നെ റിട്ടേൺ ടൈപ്പ് ഉള്ള ഒരു ഫംഗ്ഷൻ്റെ ഡെഫിനിഷനിൽ റിട്ടേൺ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് മസ്റ്റായിട്ട് ഉണ്ടായിരിക്കണം. ഓക്കെ. റിട്ടേൺ എന്താണ് റിട്ടേൺ ചെയ്യേണ്ടത്? സെമിക്കോളൻ. അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ P ആണ് അങ്ങോട്ട് റിട്ടേൺ ചെയ്യുക. അപ്പോൾ Pയുടെ വാല്യൂ നേരെയിലേക്ക് കിട്ടും, പ്രൊഡക്റ്റിലേക്ക് കിട്ടും. ഓക്കെ. ഇത്രയേ ഉള്ളൂ ഈ ഫംഗ്ഷൻ എന്ന് പറയുന്നത്.